5-ാമത്തെ ദിവസമാണെന്ന്. വിൻ്റർ ആർക്ക് തുടങ്ങിയിട്ട് ഇന്ന് 5 ദിവസമായി. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻഷൻ സ്പാനിനെ പറ്റിയിട്ടാണ്. നിങ്ങളുടെയൊക്കെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പം കാണുന്നുണ്ടെങ്കിൽ, നീ ഇത് കാണുന്നുണ്ടെങ്കിൽ നിൻ്റെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് നീ ചിന്തിച്ചിട്ടുണ്ടോ? നിനക്ക് ഫോണില്ലാത്തൊരു ജീവിതത്തിനെ പറ്റി. നിനക്കൊരു അരമണിക്കൂർ ഫോണില്ലാണ്ട് ഒരു റൂമിൽ, ഫോണോ ടി വിയോ ഒന്നുമില്ലാണ്ട്, ഒന്നും ചെയ്യാണ്ട് ഒരു റൂമിൽ നിനക്കൊരു 20 മിനിറ്റ് നിനക്കൊന്നും ചെയ്യാണ്ട് നിൻ്റെ തോട്ട്സിൽ നിനക്ക് ഇൻഡൾജ് ആയിട്ടിരിക്കാൻ പറ്റുമോ? നിനക്ക് എന്തെങ്കിലും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അറ്റൻഷൻ സ്പാൻ. നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിൽ ഷോർട്സും റീൽസൊക്കെ വന്നതിന് അവർ ഈ സാധനങ്ങളൊക്കെ ഇത്രയും പുഷ് ചെയ്തത് തുടങ്ങിയതിന് ശേഷം നമ്മുടെ എല്ലാവരുടെ അറ്റൻഷൻ സ്പാൻ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു 10 സെക്കൻഡ് പോലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പലർക്കും ബുക്ക് വായിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത്. യു ഷുഡ് ഹാവ് എ ലോങ്ങർ അറ്റൻഷൻ സ്പാൻ. നമുക്കിപ്പോൾ ഒരു കാര്യത്തിൽ കുറച്ച് നേരം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റത്തില്ല. പൈസ ഉണ്ടാക്കണമെങ്കിൽ, ബോഡി ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ തടി ഉറക്കണമെങ്കിൽ, പുതിയൊരു സ്കില്ല് പഠിക്കണമെങ്കിൽ, എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണം ഒരുപാട് ടൈം. അത് ഈ അറ്റൻഷൻ സ്പാൻ ഇല്ലാണ്ടിരിക്കുന്നവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ എല്ലാവരും ചെയ്യണമെന്നൊന്നും പറയുന്നില്ല, പക്ഷേ അത് എനിക്ക് ക്വയറ്റ് എഫക്റ്റീവ് ആകുന്നുണ്ട്. പക്ഷേ എനിക്ക് അറ്റൻഷൻ സ്പാനിൻ്റെ കുറവ് വന്നിട്ടില്ല. കാരണം എനിക്കൊരു ബുക്ക് വായിക്കുന്നുണ്ട്, എനിക്ക് പ്രശ്നമില്ല. എനിക്ക് ബുക്ക് വായിക്കാനൊന്നും എനിക്ക് പെട്ടെന്ന് ബോറടിക്കില്ല, അല്ലെങ്കിൽ എൻ്റെ തോട്ട്സ് ഡീവിയേറ്റ് ചെയ്യില്ല. ഞാനിപ്പോൾ ബുക്ക് വായിച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് നിർത്തണം എന്ന് തോന്നുമ്പോൾ ഞാൻ നിർത്തത്തുള്ളൂ. അല്ലാണ്ട് ഞാൻ ഡീവിയേറ്റ് ചെയ്ത് പോയിട്ട് വേറെ എന്തെങ്കിലും തോട്ട്സിലോട്ട് പോയിട്ട് ഞാൻ നിർത്തുന്ന പരിപാടിയില്ല. ഞാനിപ്പോൾ ഒരു 10 പേജ് വായിക്കണമെന്ന് വിചാരിച്ച് തുടങ്ങുകയാണെങ്കിൽ 10 പേജ് ഞാൻ വായിച്ചിട്ട് നിർത്തുള്ളൂ. ചിലപ്പോൾ അതിൽ കൂടുതൽ ഞാൻ വായിച്ചെന്നിരിക്കും. പക്ഷെ മിനിമം ഞാൻ മൈൻഡ് സെറ്റ് ചെയ്യുന്നത് ഞാൻ തീർക്കും. ഞാൻ പിന്നെ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഞാൻ ഫോൺ തൊടാതിരിക്കും. ഇപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞിട്ടുള്ള സമയത്താണെങ്കിൽ വർക്കൗട്ടിന് മുമ്പത്തേക്ക് ഞാൻ ജസ്റ്റ് ഫോൺ എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പാട്ട് കേൾക്കില്ല, ഞാൻ ബാക്ക്ഗ്രൗണ്ടിലൊന്നും പ്ലേ ചെയ്യില്ല. എനിക്ക് അങ്ങനെ വർക്കൗട്ട് ചെയ്യാനാണ് ഇഷ്ടം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഫോൺ എടുത്തുകൊണ്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി, ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോൺ കൊണ്ടുപോകുന്നത്. അല്ലാണ്ട് ഞാൻ ഫോൺ കൊണ്ടുപോകേണ്ട ആവശ്യം എനിക്ക് പെർട്ടിക്കുലർലി ഇല്ല. കാരണം ഞാൻ പാട്ട് കേട്ടിട്ടല്ല വർക്കൗട്ട് ചെയ്യുന്നത്. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. വർക്കൗട്ട് കഴിഞ്ഞ് വന്നുടനെ ഞാൻ ഫോണ് ചാർജിന് ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു അരമണിക്കൂർ ഞാൻ ഇങ്ങനെ എൻ്റെ റൂമിൽ ഇങ്ങനെ ഇരിക്കും. എൻ്റെ മനസ്സിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കും, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നടന്ന കാര്യങ്ങളെ പറ്റി ആലോചിക്കും, സെൽഫ് അസസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. യു ഷുഡ് സിറ്റ് ആൻഡ് അനലൈസ്. നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ, അല്ലെങ്കിൽ നിൻ്റെ ലൈഫ് ബെറ്റർ ആക്കാൻ എന്താണ് വേണ്ടതെന്ന് നീ തന്നെ ഇരുന്ന് ആലോചിച്ച് നോക്കണം. അല്ലാണ്ട് വേറെ ആരും ഒന്ന് പറഞ്ഞു തരാൻ പോകുന്നില്ല. മനസ്സിലാവുന്നുണ്ടെങ്കിൽ നല്ലത്. ബേസിക്കലി അത്രേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ബോക്സിങ് സ്കിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ വേറൊരു പയ്യൻ വന്നിട്ട് Day 1, Day 2, Day 3, Day 4 കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഇടുന്നു. ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് യു. ഞാൻ പേര് ഓർക്കുന്നില്ല, ഓർത്തിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ. ഐ എം പ്രൗഡ് ഓഫ് യു ബ്രോ, കീപ് ഇറ്റ് അപ്പ്. പിന്നെ വേറൊരു പയ്യൻ ചോദിച്ചതെന്ന് വെച്ചാൽ ബോക്സിങ് സ്കിൽ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. പക്ക ബോക്സിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഫുഡ് വർക്ക്. വേറെ ഒന്നുമല്ലേ, പഞ്ചിങ്ങോ അങ്ങനെ ഒന്നുമല്ല. അല്ലെങ്കിൽ ആദ്യമേ നിങ്ങൾക്ക് ബോക്സിങ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ഒരു പഞ്ചിങ് ബാഗ് മേടിക്കണമെന്നോ അങ്ങനെ എക്യുപ്മെൻറ്റ്സ് വേണമെന്നൊന്നുമല്ല. ഷാഡോ ബോക്സിങ് ചെയ്യാം. അതിന് യൂട്യൂബിൽ ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. ഞാനും അങ്ങനെ തന്നെ തുടങ്ങിയതാണ്. ഫുഡ് വർക്കിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ഫുഡ് വർക്ക് കുറച്ചും കൂടെ ബെറ്ററാക്കി കൊണ്ടുവരാൻ നോക്കുക. കാരണം നമ്മുടെ ഫുഡ് വർക്ക് നല്ലതായാലേ നമുക്ക് ആ ഒരു റിതം അനുസരിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ. ആഫ്റ്റർ ദാറ്റ് ഈ ഫുഡ് വർക്ക് എന്ന് പറയുന്നതാണ് ഏറ്റവും പാടുള്ള കാര്യം. കാരണം നമ്മുടെ ഫുൾ ബോഡി വെയിറ്റ് നമ്മുടെ ടോസിൽ ബാലൻസ് ചെയ്ത് നിൽക്കണം. അത് ഒരു പ്രാക്ടീസായി വരാൻ, അല്ലെങ്കിൽ അത് അക്കസ്റ്റംഡ് ആയിട്ട് വരാൻ, അല്ലെങ്കിൽ യൂസ്ഡ് ആയിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. ആ ടൈമും കഴിഞ്ഞിട്ട് ഇഫ് യു ആർ സ്റ്റിൽ ഇൻട്രസ്റ്റഡ് ഇൻ പെർസ്യൂയിങ് ഇറ്റ്, ദെൻ ഗോ ഫോർ ബൈയിങ് എ പഞ്ചിങ് ബാഗ്. എന്നിട്ട്
പഞ്ചിങ് പവർ ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ പഞ്ച് ചെയ്യാൻ. ചുമ്മാ ഒരു ബാഗ് മേടിച്ചു തൂക്കി എന്ന് പറഞ്ഞിട്ട് ചാടി കയറി ഇടിക്കാൻ പോകരുത്, കൈ ഒടിഞ്ഞ് വീട്ടിയിരിക്കും. സോ ആദ്യം റിസ്റ്റിനുള്ള പവർ, റിസ്റ്റിന് നല്ലൊരു പവർ വേണം. അതിന് റിസ്റ്റ് പുഷപ്സ് ചെയ്യുക. അപ്പോൾ റിസ്റ്റിന് നല്ലൊരു പവർ ഡെവലപ്പ് ചെയ്യും. എൻ്റെ ഈ റിസ്റ്റിന് ഒരു പ്രശ്നമുണ്ട്. എൻ്റെ റിസ്റ്റ് ഇപ്പോൾ ഈ കയ്യിൽ എൻ്റെ റിസ്റ്റ് ഇത്രയാവും, ഇങ്ങനെ എനിക്ക് ഇത്രയും ഫോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കയ്യിൽ എനിക്ക് ഇത്രേ പറ്റത്തുള്ളൂ, താഴോട്ട് പോകത്തില്ല. കാരണം എനിക്കിവിടെ ഒരു സർജറി നടന്നിട്ടുണ്ട്. ഈ സർജറി കാരണം എനിക്ക് റിസ്റ്റ് ഫുള്ള് വളയ്ക്കാൻ പറ്റത്തില്ല. സോ ദിസ് റിസ്റ്റ് ഇസ് പ്രോൺ ടു ഇഞ്ചുറി ആകാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ഞാൻ ഈ റിസ്റ്റ് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ, അല്ലെങ്കിൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയ സമയത്ത് റാപ്പ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കൂടുതലും ഞാൻ ഈ കൈ വെച്ചിട്ട് പതുക്കെ പഞ്ച് ചെയ്ത് കണ്ടീഷനിങ് ചെയ്തെടുത്തു. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല. എന്നാലും ചില സമയങ്ങളിൽ ഞാൻ ഹാർഡായിട്ട് പഞ്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കൈ ഇങ്ങനെ മടങ്ങാറുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ എന്തോ ഇതുകൊണ്ട് ഇതൊരു ഒടിഞ്ഞിട്ടുമില്ല, ഒന്നും പറ്റിയിട്ടുമില്ല. സോ അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പക്ക ബോക്സിങ് അല്ലെങ്കിൽ അതിങ്ങനെ പ്രൊഫഷണലി അങ്ങനെയൊന്നും ഞാൻ നോക്കുന്നില്ല. ജസ്റ്റ് ഫൈറ്റിംഗ് സ്കിൽ ഞാൻ അത്ര നോക്കുന്നുള്ളൂ. ബിക്കോസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ മാൻ ടു നോ ഹൗ ടു ഫൈറ്റ്. സോ ഇന്നിപ്പോൾ എനിക്ക് ഇത്ര പറയുള്ളൂ. സമയം ഇപ്പോൾ ഒന്ന് 12:45 ആവുന്നുണ്ട്. ഇന്ന് വർക്കൗട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഇച്ചിരി ലേറ്റായി. പിന്നെ എനിക്ക് വേറെ കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ വേറൊരു കാര്യം പാരലലി ഞാൻ പറഞ്ഞല്ലോ, ഈ വിൻട്രാർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാനുള്ള എന്തെങ്കിലും സ്കില്ലോ എന്തെങ്കിലും പഠിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ആ സ്കിൽ യു ക്യാൻ ക്യാഷ് ഇൻ. അപ്പോൾ അതിൻ്റെ പണി ഉണ്ടായിരുന്നു കുറച്ച്. സോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബുക്ക് വായിക്കായിരുന്നത്. ബുക്ക് വായിച്ചു കഴിഞ്ഞു, ബുക്ക് കഴിഞ്ഞു അല്ല, ഇന്നത്തെ വായിച്ചു കഴിഞ്ഞു, ഏകദേശം കഴിയാറായി. സോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതെടുക്കുന്നത്. സോ ദ ടൈം ഇസ് ഓൾവേസ് 1. ഇനി ഞാൻ കിടന്നുറങ്ങാൻ നാളെ ജോലിയുണ്ട്. സോ സ്റ്റേ കൺസിസ്റ്റൻറ്റ്, കീപ് വർക്കിംഗ് ഔട്ട്, സ്റ്റേ ഹാർഡ്.